അസാമിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഗൗരവ് ഗൊഗോയ്. കോൺഗ്രസിന് വേണ്ടി ജോർഹാത്ത് മണ്ഡലത്തിൽ വിജയിച്ച ഗൗരവ് ഗൊഗോയ് ബി ജെ പിയുടെ കണ്ണിലെ കരട് തന്നെയാണ്. ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായി അറിയാം ഗൗരവ് ഗൊഗോയുടെ പൊട്ടൻഷ്യൽ എന്തുമാത്രമാണെന്ന്. വർഗീയത മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന, ഒരു കാലത്ത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എത്ര പെട്ടെന്നാണ് വർഗീയവാദിയായത് എന്നുള്ളത് കണ്ണടച്ച് തുറക്കും മുമ്പേ ഒരു ഞെട്ടലോടെ തന്നെയാണ് കോൺഗ്രസ് അതിനെ മനസ്സിലാക്കിയത്. ഒരു മനുഷ്യൻ ഇത്രയും അധപ്പതിക്കാമോ എന്ന് കോൺഗ്രസ് ചിന്തിക്കുകയും ചെയ്തു, പറയുകയും ചെയ്തു. ഗൗരവ് ഗൊഗോയിയെ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് നിർണായകമായി ചർച്ച ചെയ്യുന്നത്. കാരണം നിരവധിയാണ്. വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ഒരു വ്യക്തി, അതും ഒരു ജനപ്രതിനിധി ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്നത് എന്തുകൊണ്ടും അഭിലഷണീയമായ കാര്യമാണ്. നിലവിൽ മണിപ്പൂരിലെ 2 ലോക്സഭാ അംഗങ്ങൾ, ഇന്നർ മണിപ്പൂരിലെയും ഔട്ടർ മണിപ്പൂരിലെയും അംഗങ്ങൾ നിലവിൽ ലോക്സഭയിൽ അതിശക്തമായി ബി ജെ പിയെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്. അവരിലാരെങ്കിലും ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കാമോ എന്നുള്ള രീതിയിലേക്കും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ അസാമിൽ നിന്നുള്ള, ജോർഹാത്തിൽ നിന്നുള്ള ഇദ്ദേഹത്തെ തന്നെ ആക്കാൻ ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നുമുണ്ട്. അസാമിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്താൽ ആ സമയത്ത് ആരെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുക എന്നതിലും വലിയ രീതിയിൽ ചോദ്യമുണ്ട്. റാക്കിബുൾ ഹസൻ ഇതിനോടകം തന്നെ ധൂബ്രി മണ്ഡലത്തിൽ വിജയിച്ചത് 10,12,000 വോട്ടുകളുടെ കരുത്തുറ്റ ഭൂരിപക്ഷത്തിലാണ്. അത് സർവകാല റെക്കോർഡാണ്. ഇന്ത്യയിൽ ഒരു പാർലമെൻറ്റ് അംഗം നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം. തൊട്ടടുത്തുള്ളത് ഇൻഡോറിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച ഭൂരിപക്ഷമാണ്. അത് 10,08,000. പക്ഷേ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിൽ അന്ന് പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട സമയത്ത് വലിഞ്ഞു കളഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെയാണ് കോൺഗ്രസ് അവിടെ ആഹ്വാനം ചെയ്തത്, നിങ്ങൾ നോട്ടയ്ക്ക് വോട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ ബി ജെ പിയുമായി മത്സരിച്ചത് നോട്ടയായിരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയ കാര്യമായിരുന്നു. ജോർഹാത്തിൽ നിന്നുള്ള ഈ ലോക്സഭാംഗം, അതായത് ഗൗരവ് ഗൊഗോയിയെ പരിഗണിക്കുന്നത് ഒട്ടനവധി ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കാണ് ഏറെ നിർണായകമായ തീരുമാനമെടുക്കാൻ ഉള്ള ചുമതല. AICC രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ ലോക്സഭയുടെ കാര്യത്തിൽ ലോക്സഭയുടെ കോൺഗ്രസ് കക്ഷി നേതാവ് എന്ന രീതിയിലും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലും രാഹുൽ ഗാന്ധിയുടേതാണ് അവസാന വാക്ക്. അത് കൃത്യമായി വിനിയോഗിക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് വീണ്ടും കുതിപ്പുണ്ട് എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ നിലവിൽ അവിടെ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. എന്നാൽ ആധികാരികമായി ഫൈനൽ വേർഡ് പറയേണ്ടത് രാഹുൽ ഗാന്ധി ആയതിനാൽ തീർച്ചയായും വടക്ക് കിഴക്കിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് അദ്ദേഹം തിരിയുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തം.